അന്ന് ബൈക്കുമായിട്ടായിരുന്നു, അതായത് ആതിരയുടെ ബൈക്കുമായിട്ടായിരുന്നു ഈ ജോൺസൺ കടന്നു കളഞ്ഞത്. എന്തിനാണ് ഈ കൊല നടത്തിയത്? ചെറുപ്പക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വൈൽഡ് രതി ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. കൊലപാതകം നടത്തുന്നത് ആ പ്രതിയും ആതിരയും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടെയാണ് എന്നതാണ് സാധാരണഗതിയിൽ കിടന്നുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ തലയ്ക്ക് പരിക്കേൽക്കാറുണ്ട്, ചിലര് സ്ലിപ്പാകാറുണ്ട്. ചരിഞ്ഞ കൊമ്പന് എന്തിനാ ഷാജേട്ടാ നെറ്റിപ്പെട്ട അല്ലേ? കഞ്ഞിയെടുത്ത് വെച്ചിട്ടുണ്ട്, കുടിക്കാൻ മറക്കല്ലേ കേട്ടോ. സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധമായിരുന്നുവെന്ന പ്രതി പോലീസിനോട് പറഞ്ഞു. ഇത് കൃത്യമായ പ്ലാനോട് കൂടിയാണ് ഇത് നടത്തിയതെന്ന് വ്യക്തമാകുന്ന വിവരങ്ങൾ പ്രതിയുടെ മൊഴിയിലുണ്ട്. ഓരോ പ്രാവശ്യം കൂട്ടിമുട്ടി വീഴുമ്പോഴും എനിക്ക് കുട്ടിയോട് ഇത് കൂടി വരുന്നു. സംഭവ ദിവസം രാവിലെ 6:30 മണിക്ക് പെരുമാതുറയിൽ പ്രതി താമസിക്കുന്ന ലോഡ്ജിൽ നിന്നും ഇയാൾ ആതിരയെ ലക്ഷ്യമിട്ട് പുറത്തേക്കിറങ്ങി. പ്രേമത്തിന് കണ്ണില്ല, മൂക്കില്ല, വേലക്കാരി എന്നില്ലല്ലേ. ഭർത്താവും പോകുന്നത് വരെ അയാൾ വീടിന്റെ പരിസരത്തും ആ പ്രദേശത്തുമായി കറങ്ങി നടന്നു. ശേഷം 9 മണിയോടെ കുട്ടികൾ സ്കൂളിൽ പോയി എന്ന് ഉറപ്പാക്കിയതിനു ശേഷം ഇയാൾ വീട്ടിലേക്ക് എത്തുകയും ഇരുവരും തമ്മിൽ ആ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടെ ഈ കൂടി വരുന്നു. ഇതെന്ന് പറഞ്ഞാല് കീഴിൽ വെച്ചിരുന്ന കത്തിയെടുത്ത് ആതിരയുടെ കഴുത്തിൽ കുത്തുകയായിരുന്നു. കൊലപാതകത്തിന്റെ ആ ഒരു മോഡസ് ഓപ്പറാണ്ടിയും വളരെ ഗുരുതരമായ അല്ലെങ്കിൽ ക്രൂരമായത് എന്ന് ആതിരയുടെ ജീവനെടുത്തത് ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട അടുപ്പത്തിലായ ഒരു ജോൺസൺ ഔസേപ്പ്. ഇതെന്താ തടാകോ? ആര് കണ്ടില്ല? ഓ അപ്പില് ചവിട്ടിയ പോലെയായി.